എങ്ങനെയുണ്ട് പാകിസ്ഥാന്റെ പുതിയൊരു കുബുദ്ധി? സത്യമെന്നതിന് യുദ്ധത്തിലും സ്ഥാനമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാനും കൂട്ടർക്കും കള്ളത്തരത്തിൻ്റെ മറ്റൊരു വേദി കൂടിയാണ് യുദ്ധവും പ്രകോപനവും ആയുധങ്ങളും ഒക്കെ. വെടിയുണ്ടകൾ വർഷിക്കുന്നു നിന്നാലും കള്ളത്തരം ശബ്ദത്തേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യുമെന്നും പക്ഷേ പാക് മിസൈലുകൾ പോലെ അവ ലക്ഷ്യം കാണില്ല എന്നുമാണ് ഇപ്പോൾ ലോകം പറയുന്നത്. ഇന്ത്യയിലെ 15ഓളം നഗരങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ ഭൂപടത്തിൽ വട്ടവും വരച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ ഒരവസരം ലഭിച്ചില്ല. ഇപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നൊരു അവസരം അവർക്ക് കിട്ടിയത്. ഉത്തരേന്ത്യയിൽ പാകിസ്ഥാൻ ടാർഗറ്റുകളിൽ പഞ്ചാബിലെ അമൃത്സറും ഉണ്ടായിരുന്നു ആ വട്ടം വരച്ചിട്ടതിൽ. പക്ഷേ ആ നഗരമല്ല ലക്ഷ്യമിട്ടത്, ലോകത്തെമ്പാടുമുള്ള സിഖുകാരുടെ പുണ്യകേന്ദ്രമായ സുവർണ ക്ഷേത്രമായിരുന്നു. പക്ഷേ ഇതുവരെ ആ സുവർണ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏക്കാതെ കാത്തുസൂക്ഷിച്ചത് ഇന്ത്യൻ സൈന്യം തന്നെയാണ്. അതുതന്നെയായിരുന്നു പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ആ സുപ്രധാന മറുപടിയും. അതെ, സുവർണക്ഷേത്രം തകർക്കുക എന്നത് പാകിസ്ഥാന് കശ്മീരിനേക്കാൾ പ്രധാനവുമായിരുന്നു. അങ്ങനെ സുവർണക്ഷേത്രത്തിന് നേരെ മെയ് 8 രാത്രിയുടെ മറവിൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ടത് ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും. അതെല്ലാം നേരത്തെ തന്നെ കരുതിയിരുന്ന ഇന്ത്യൻ സൈന്യം തകർത്തു കൊടുക്കുകയും ചെയ്തു. Indian military installations, civilian targets, including religious places. Of these, Golden Temple appeared to be the most prominent. We also received credible intelligence that Golden Temple is a prime target, which we had brainstormed earlier. On 8th early morning, in the hours of darkness, Pakistan carried out a massive air assault with unmanned aerial weapons, primarily drones and long-range missiles. We were fully prepared since we had anticipated this, and our brave heart and alert Army air defense gunners thwarted Pakistan Army's nefarious designs and shot down all drones and missiles. ഇന്ത്യൻ സേനയ്ക്ക് വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു സുവർണ ക്ഷേത്രത്തെ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നതായിട്ട്. മറുവശത്തു നിന്നുള്ള ഇൻപുട്ടുകൾ കൂടി ശരിയെന്ന് തെളിഞ്ഞതോടെ ഇന്ത്യയും തക്കതായ കോർഡിനേഷനുകളുമായി മുന്നോട്ട് പോയി. ഇവിടെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതിന് പാകിസ്ഥാൻ നൽകിയ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നത്. അമൃത്സറിന് ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈലുകൾ അയച്ചിട്ട് പാക് സൈന്യം പ്രചരിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഇന്ത്യ പാകിസ്ഥാന് നേരെ 6 ദീർഘദൂര മിസൈലുകൾ ഫയർ ചെയ്തത്രേ. എങ്ങനെയുണ്ട് പാകിസ്ഥാൻ്റെ മുടിഞ്ഞ ബുദ്ധി? മെയ് 8 അമൃത്സറിലേക്ക് മിസൈലൊക്കെ പറത്തിവിട്ടിട്ട് മെയ് 10 പാക് സൈനിക വക്താവ് ഒരർത്ഥത്തിൽ കിളിപോയ പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാൻ ആർമിയുടെ അഹമ്മദ് ഷരീഫ് ചൗധരി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്. മെയ് 10 അല്പം മുമ്പ് ഇന്ത്യ ആദൻപൂർ സൈനിക കേന്ദ്രത്തിൽ നിന്നും 6 ദീർഘദൂര മിസൈലുകൾ ഫയർ ചെയ്തു. അതിൽ ഒരെണ്ണം ആദംപൂരിൽ തന്നെ വീണുപൊട്ടി. ബാക്കി 5 അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ലക്ഷ്യമിട്ട് നീങ്ങി. അവ അമൃത്സർ പ്രദേശത്ത് തകർന്നു വീണു. എങ്ങനെയുണ്ട്? കേട്ടു നോക്കാം. मैं आपको एक शॉकिंग खबर देना चाहता हूं। इंडिया ने अब से थोड़ी देर पहले 6 बैलिस्टिक मिसाइल आदमपुर से फायर किए हैं। इनमें से 1 बैलिस्टिक मिसाइल आदमपुर में ही हिट किया है और बाकी 5 मिसाइल्स भारतीय पंजाब में अमृतसर के इलाके में हिट किए हैं. എങ്ങനെയുണ്ട് ഈ അഹമ്മദ് ഷരീഫ് ചൗധരിയുടെ വർണ്ണന? അതോ ഇത് ഖാലിസ്ഥാൻ സ്പോൺസേഡ് ബുദ്ധിയായിരുന്നോ? പഞ്ചാബിൽ 4 മിസൈലുകൾ അല്ലെങ്കിൽ 5 ഒരെണ്ണമെങ്കിലും തകർന്നു വീണെങ്കിലും അത് അമൃത്സറിലെ പഞ്ചാബികളെങ്കിലും വിളിച്ചു പറയണ്ടേ? ഉണ്ടായോ? പഞ്ചാബിലൊരു കടലുണ്ടായിരുന്നെങ്കിൽ ഈ 5 മിസൈലും ആ കടലിൽ താണുപോയനെ എന്നുകൂടി പാക് സൈനിക വക്താവ് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചനെ. എന്താണിതിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്? ഇന്ത്യ തങ്ങളുടെ ഇന്ത്യൻ നഗരമായ പഞ്ചാബിനുള്ളിൽ ഒരു മിസൈൽ ഇട്ടു എന്ന് പ്രേരിപ്പിച്ച് പഞ്ചാബികളെ ഇന്ത്യൻ സേനയ്ക്കെതിരെ തിരിക്കുക എന്ന ചീഞ്ഞ അളിഞ്ഞ സൈനികതന്ത്രമായിരുന്നു അവർ പ്രയോഗിച്ചു നോക്കിയത്. നടന്നില്ല. ആർക്ക് വേണ്ടിയായിരുന്നു അതെന്ന് പകൽ പോലെ വ്യക്തമാകുന്നു. ഒരു ഗുർ പത്വന്ത് സിംഗ് പന്നുവിന് വേണ്ടിയായിരുന്നു. ആരാണ് ഇയാൾ? ഖലിസ്ഥാൻ സ്വപ്നം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഇന്ത്യയുടെ ബദ്ധശത്രു, കാനഡയുടെയും പാകിസ്ഥാൻ്റെയും ഇടയ്ക്കൊക്കെ അമേരിക്കയുടെയും മാനസപുത്രനായ പന്നു ഉടൻ സംഭവത്തിൽ ഇന്ത്യക്കെതിരെ പ്രതികരിച്ചു. അപ്പോഴാണ് ആ ഖലിസ്ഥാൻ പാക് പ്ലോട്ട് വ്യക്തമാകുന്നത്. പന്നു ഇതാ പാകിസ്ഥാനിൽ നോക്കി നിൽക്കുന്നു. ഗോൾഡൻ ടെമ്പിളിൽ മിസൈൽ അയച്ച് പാകിസ്ഥാനെ തകർക്കുന്നത് നോക്കി നിൽക്കുന്നു. മെയ് 8 പാക് മിസൈൽ ഗോൾഡൻ ടെമ്പിളിൽ പതിച്ചിരുന്നെങ്കിൽ മെയ് 10 പാക് ആർമി വക്താവ് അഹമ്മദ് ഷരീഫ് ചൗധരി വെടിവില്ലാതെ പറഞ്ഞത് മെയ് 9 മാറ്റിയേനെ. മെയ് 9 നേരം പുലരുമ്പോൾ ചൗധരി പറഞ്ഞേനെ ഇന്ത്യയുടെ 5 മിസൈലുകൾ ഇതാ സുവർണക്ഷേത്രത്തിൽ പതിച്ചിരിക്കുന്നുവെന്ന്. മെയ് 8 രാത്രി പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെങ്കിലും മെയ് 9 രാപ്പകലോളം പാകിസ്ഥാന് പോലും സംശയമായിരുന്നു
ആ മിസൈലുകൾ എവിടെ പോയി എന്ന്. സുവർണക്ഷേത്രത്തിൽ തങ്ങളുടെ മിസൈൽ പതിച്ചോ അതോ ഇന്ത്യ അത് തകർത്തോ എന്ന്. ഇരിക്കപ്പുറതിയില്ലാതെ പന്നുവിൻ്റെ നിർബന്ധത്തെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മെയ് 10 ചൗധരി ഇന്ത്യയുടെ 1 അല്ല 5 മിസൈലുകൾ അമൃത്സറിൽ പതിച്ചെന്ന് വരുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ചീറ്റിപ്പോയി. അമൃത്സറിൽ ഒരു മിസൈൽ പതിച്ചെങ്കിൽ എത്ര നാശനഷ്ടമുണ്ടാകുമെന്ന് ഇന്ത്യക്കറിയാം. പക്ഷേ ഒന്നും നടന്നില്ല. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് രണ്ടുണ്ടായി ഗുണം. ഒന്ന്, പാകിസ്ഥാൻ മെയ് 8 ഇന്ത്യയിലേക്ക് അയച്ച മിസൈൽ സുവർണക്ഷേത്രത്തിൽ പതിക്കാൻ സൈന്യം അനുവദിച്ചില്ല. അങ്ങനെ സുവർണക്ഷേത്രത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യൻ സേന കാത്തു സൂക്ഷിച്ചു. 2, പാകിസ്ഥാന് വേണ്ടി ഖലിസ്ഥാൻ നടത്തിയത് അല്ലെങ്കിൽ ഖലിസ്ഥാന് വേണ്ടി പാക് സൈന്യം നടത്തിയ ആ ഇന്ത്യൻ മിസൈൽ നുണക്കഥ പൊളിച്ചങ്ങ് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. യുദ്ധമാണ്. പാകിസ്ഥാൻ കള്ളം പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇന്ത്യക്ക് പല രഹസ്യ വിവരങ്ങളും ഇനിയും രാജ്യസുരക്ഷയെ മുൻനിർത്തി പുറത്ത് പറയാൻ പാടില്ലാത്തതുണ്ട്. അത് സേനാ വിഭാഗങ്ങളുടെ ചോയ്സാണ്. അതിൽ കയറി കളിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ ഇന്ത്യ വിലമതിക്കുന്ന, ഇന്ത്യ ഏറെ അംഗീകരിക്കുന്ന, ഇന്ത്യ മാനിക്കുന്ന GCC, US, യൂറോപ്പ്, വെസ്റ്റ് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മുതിർന്ന MP-മാരെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്, തയ്യാറെടുക്കുന്നത്. സത്യത്തിൻ്റെ മുഖത്തു നിന്നും തന്നെ ഇനിയും ലോകമറിയട്ടെ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാൻ 1 അല്ല 100 കളവുകൾ പറഞ്ഞാലും ഇന്ത്യക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറുക, ഇന്ത്യക്കെതിരെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മറുപടി ഇനിയും അതിഭീകരമായിരിക്കും, ദയനീയമായിരിക്കുമെന്ന്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.